ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2026 ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ സഭാപ്രസംഗകൻ 3-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോ. ഒന്നാമത്തെ ചോദ്യം: എവിടെയുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട് എന്നാണ് സഭാപ്രസംഗകൻ പറഞ്ഞിരിക്കുന്നത്? ആകാശത്തിനു കീഴിൽ. സഭാപ്രസംഗകൻ 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ സൂചിപ്പിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഓരോന്നിനുമുണ്ട് സമയം. ദൈവം സമസ്തവും അതതിൻ്റെ കാലത്തെ എങ്ങനെ ഇരിക്കത്തക്ക വിധമാണ് സൃഷ്ടിച്ചത്. ഭംഗിയായി ഇരിക്കത്തക്ക വിധം. മനുഷ്യ മനസ്സിൽ എന്തിനെക്കുറിച്ചുള്ള ബോധമാണ് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്? കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള. മനുഷ്യന് ആത്യന്തം ഗ്രഹിക്കാൻ കഴിവില്ല എന്ന സഭാപ്രസംഗകൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആത്യന്തം ഗ്രഹിക്കാൻ കഴിവില്ലാത്തതാർക്കാണ്? മനുഷ്യർക്ക്. ജീവിതകാലം മുഴുവൻ എന്തു ചെയ്യുന്നതിനേക്കാൾ കാമ്യമായി മനുഷ്യർക്ക് യാതൊന്നുമില്ല എന്നാണ് സഭാപ്രസംഗകൻ അറിയുന്നത്. ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ. എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ദൈവത്തിൻ്റെ എന്താണെന്നാണ് സഭാപ്രസംഗകൻ അറിയുന്നത്? ദൈവത്തിൻ്റെ ദാനം. ആരുടെ പ്രവൃത്തികളാണ് ശാശ്വതമാണെന്ന് സഭാപ്രസംഗകൻ പറയുന്നത്? ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം എങ്ങനെയുള്ളതാണെന്നാണ് സഭാപ്രസംഗകൻ പറഞ്ഞിരിക്കുന്നത്? ശാശ്വതമാണെന്ന്. എന്തിനോടാണ്? എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ സാധ്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ പ്രവൃത്തികളോട്. ദൈവത്തിൻ്റെ പ്രവൃത്തികളോട് എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് കുറയ്ക്കാനോ മനുഷ്യർക്ക് സാധ്യമല്ലാത്ത വിധം ദൈവം ചെയ്തിരിക്കുന്നത് എന്തിനാണ്? മനുഷ്യർ ദൈവത്തെ ഭയപ്പെടുന്നതിന്. എന്തിനെയാണ് ദൈവം യഥാകാലം തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞിരിക്കുന്നത്? കടന്നുപോയ ഓരോന്നിനെയും. സൂര്യനു കീഴിൽ നീതി പുലരേണ്ട എവിടെ പോലും തിന്മ കുടികൊള്ളുന്നതായാണ് സഭാപ്രസംഗകൻ ശ്രദ്ധിച്ചത്. ന്യായപീഠത്തിൽ പോലും. ന്യായപീഠത്തിൽ പോലും എന്തു കുടികൊള്ളുന്നതായാണ് സഭാപ്രസംഗകൻ ശ്രദ്ധിച്ചത്? തിന്മ കുടികൊള്ളുന്നതായി. ന്യായപീഠം എന്തു പുലരേണ്ട ഇടമാണ് എന്നാണ് സഭാപ്രസംഗകൻ പറഞ്ഞിരിക്കുന്നത്? നീതി പുലരേണ്ട ഇടം. ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും ദൈവം നിശ്ചയിച്ചിരിക്കുന്നതെന്ത്? സമയം. ദൈവം ആരെയെല്ലാം വിധിക്കുമെന്നാണ് സഭാപ്രസംഗകൻ കരുതിയത്? നീതിമാനെയും ദുഷ്ടനെയും. എന്തിനെല്ലാമാണ് ദൈവം സമയം നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത്? ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും. മനുഷ്യമക്കൾ വെറും മൃഗങ്ങളാണെന്ന് അവരെ കാണിക്കാൻ വേണ്ടി ദൈവം അവരെ എന്തു ചെയ്യുകയാണെന്നാണ് സഭാപ്രസംഗകൻ കരുതിയത്? പരീക്ഷിക്കുകയാണെന്ന്. മനുഷ്യമക്കളുടെ ഒപ്പം മറ്റ് എന്തിൻ്റെയും ഗതി ഒന്നു തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൃഗങ്ങളുടെയും. ആർക്കാണ് മൃഗത്തേക്കാൾ യാതൊരു മേന്മയുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യന്. മനുഷ്യനും മൃഗങ്ങളും എല്ലാം എന്തിൽ നിന്നാണ് ഉണ്ടായതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പൊടിയിൽ നിന്ന്. മനുഷ്യൻ എന്തു ചെയ്യുന്നതിനേക്കാൾ മെച്ചമായി ഒന്നുമില്ല എന്നാണ് സഭാപ്രസംഗകൻ അഭിപ്രായപ്പെടുന്നത്. തൻ്റെ പ്രവൃത്തി ആസ്വദിക്കുന്നതിനേക്കാൾ മെച്ചമായി. താങ്ക് യു.